യേശുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഒരുപാട് നാളായി വിചാരിക്കുന്നു, ഒരു പുസ്തകം ഞാൻ ഇടയായി കണ്ടുമുട്ടിയതാണ്. ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് കുറേ ടോക്സൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാനും ഈ ബുക്ക് ഓർഡർ ചെയ്തു. ആ ബുക്കിൻ്റെ പേരാണ് കരുണയുടെ അവസാന മണിക്കൂർ. ഈ ബുക്ക് ഓർഡർ ചെയ്തപ്പോൾ തന്നെ എനിക്കത് ലഭിക്കാൻ തന്നെ വളരെ തടസ്സങ്ങളായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് തോന്നിയത് എൻ്റെ കയ്യിൽ എത്തിച്ചേരുന്നത് തന്നെ സാത്താനത് ഇഷ്ടമല്ല എന്ന് തന്നെയാണ്. എന്നുവെച്ചാൽ ഒരുപാട് നാൾ, ഏകദേശം ഒരു 2-3 മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഈ ബുക്ക് കൈ കിട്ടിയത്. അത് കിട്ടിയിട്ട് തന്നെ എനിക്കത് തുറന്ന് നോക്കാൻ, ഒരു പേജ് ഞാൻ വായിച്ചു ആ ഒരു ആകാംക്ഷയിൽ. പക്ഷേ അത് തുറന്ന് വായിക്കുമ്പോൾ, ബൈബിള് വായിക്കുമ്പോൾ ഉള്ള ഉറക്കം വരുന്നത് പോലെ തന്നെ ഈ ബുക്ക് വായിക്കാനേ എനിക്ക് പറ്റിയിട്ടേ ഇല്ല. മീൻസ് ഒരു 1-2 പേജോ ഞാൻ വായിച്ച് കഴിയുമ്പോഴേക്കും എനിക്ക് ഉറക്കം വന്നു തുടങ്ങും. പക്ഷേ ഇതിലൊരുപാട്, ഞാൻ കേട്ടുന്ന വീഡിയോസിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എങ്ങനെ അന്ത്യകാലത്തിന് വേണ്ടി ഒരുങ്ങണം. ഈശോ മേഘാലയയിലെ ഷില്ലോങ്ങിലൊരു സിസ്റ്ററിന് കൊടുത്തതാണ്. ഈ വ്യക്തിയുടെ പേര് ഭയങ്കര പാടാണ്, എന്താ പറയുക, ഒത്തിരി ബുദ്ധിമുട്ടാണ് ഈ പേര് വായിക്കാനായിട്ട്. ആ ഒരു വ്യക്തിക്ക് കൊടുത്ത മെസ്സേജസാണിത്. ഈ ബുക്കിൽ പറയുന്നത് അന്ത്യകാലത്ത് വേണ്ടി നമ്മൾ എങ്ങനെ ഒരുങ്ങണം, എന്തൊക്കെ സംഭവിക്കുമെന്ന് ആ വ്യക്തിക്ക് മെസ്സേജ് കിട്ടിയതാണ്. പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തിയതാണിത്. അതുകൊണ്ട് തന്നെ ഈ കരുണയുടെ അവസാന മണിക്കൂർ എന്ന ഈ പുസ്തകം ഞാൻ വീഡിയോ മീൻസ് ഓഡിയോ ആയിട്ട് ചെയ്യാൻ വളരെ ആഗ്രഹിക്കുന്നു. അപ്പോൾ എനിക്കും ഇത് വായിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കും ഇതൊരു കേൾക്കാൻ സാധിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കൂടെ വായിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ഇതിൻ്റെ ഉള്ളടക്കം ഞാൻ വായിക്കുകയാണ്. കരുണയുടെ അവസാന മണിക്കൂർ. തൻ്റെ കരുണയുടെ വാതിലിലൂടെ കടക്കാൻ വിസമ്മതിക്കുന്നവർക്ക് തൻ്റെ നീതിയുടെ വാതിലിലൂടെ കടന്നു പോകേണ്ടി വരുമെന്ന് ഈശോ വിശുദ്ധ ഫൗസ്തീനായിലൂടെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടല്ലോ. ദൈവത്തിൻ്റെ നീതിയുടെ വാതിൽ എന്നത് മനുഷ്യനെ കടക്കാൻ അത്യന്തം ദുഷ്കരമാണ് എന്നും നമുക്കറിയാം. അതുകൊണ്ട് കരുണയുടെ വാതിൽ തുറന്നിരിക്കുന്ന കാലത്ത് തന്നെ ദൈവകരുണയിൽ ആശ്രയം തേടുന്നതിൽ നാം അമാന്തം കാണിക്കരുത്. നാം ജീവിക്കുന്നത് കരുണയുടെ അവസാന മണിക്കൂറുകളിലാണ് എന്ന സത്യം അറിയാതെ ജീവിക്കുന്ന അനേകർ നമുക്ക് ചുറ്റുമുണ്ട്. മേഘാലയയിലെ സിസ്റ്റർ ജിങ്സ്കർ തനിക്ക് കിട്ടിയ സന്ദേശങ്ങൾ ദ ലാസ്റ്റ് ഹവർ ഓഫ് മേഴ്സി എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ദൈവകരുണയിൽ അഭയം തേടേണ്ടതിൻ്റെ അടിയന്തര ആവശ്യത്തെ കൂടുതലായി ബോധ്യപ്പെടുത്തി തരുമെന്ന വിശ്വാസത്തിൽ ആ സന്ദേശങ്ങൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റി പ്രസിദ്ധീകരിക്കുകയാണ്. സത്യത്തിൽ ഒരു സാധാരണ പെൺകുട്ടിക്ക് ലഭിച്ച സ്വകാര്യ വെളിപ്പാട് എന്ന നിലയിൽ ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല എന്ന് കരുതി ഞങ്ങൾ ആദ്യം അവഗണിച്ചെങ്കിലും ഷില്ലോങ്ങിലെ ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ വിക്ടർ ലെങ്ഡോ പിതാവ് അനുവാദം നൽകുകയും MSF സഭയുടെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറായ ഫാദർ സാബു ഫ്രാൻസിസ് പരിശോധന നടത്തി പ്രസിദ്ധീകരണ അനുമതി നൽകുകയും ചെയ്തതിനാൽ ഇത് വായിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്ന ചിന്തയിലാണ് ഗൗരവമായി വായിക്കാൻ ആരംഭിച്ചത്. വായന പുരോഗമിക്കും തോറും ഈ സന്ദേശങ്ങൾ എല്ലാവരും അറിയേണ്ടവയാണ് എന്ന ബോധ്യം ശക്തമായി. ഇത് വായിക്കുന്ന എല്ലാവരെയും ദൈവകരുണയ്ക്ക് സമർപ്പിക്കുന്നു. കരുണയുടെ അവസാന മണിക്കൂറുകളിലാണ് നാം ജീവിക്കുന്നതെന്ന ഉത്തമ ബോധ്യത്തോടെ നമ്മുടെ ജീവിത വ്യാപാരങ്ങളെ ക്രമീകരിക്കാൻ കർത്താവ് ഈശോ മിശിഹ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഞാൻ 1 പേജ് വായിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ നിങ്ങളും ഈ ബുക്ക് വായിക്കുക. അങ്ങനെ എല്ലാവരും ഈശോയുടെ 2ാം വരവിന് വേണ്ടി ഒരുങ്ങാനിടവരട്ടെ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ആമേൻ.